രക്ഷയില്ല. അടിപൊളി അടിപൊളി. കണ്ടോ പടം കണ്ടോ? പോയി കാണും. നല്ല അടിപൊളി പടം. ത്രില്ലിംഗ് ആണ്. സസ്പെൻസ് ഉണ്ടാവും. ആദ്യാവസാനം വരെ സസ്പെൻസ്. അടിപൊളി രീതി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്കെ നല്ല അടിപൊളി പെർഫോമൻസ്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. സൂപ്പർ ഡയറക്ഷനും ക്യാമറയും ഒന്നും കളയാനില്ല. വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു, അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇന്ദ്രജിത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ അഭിനയം, കൊള്ളാം. ഇതുവരെ കാണിക്കാത്തൊരു അഭിനയമാണ്. നല്ല പടം. സസ്പെൻസാണ്. ലിസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, പക്ഷേ എന്നാലും നല്ല ഇതായിട്ടുണ്ട്. പടം ഒരു രക്ഷയില്ല, അടിപൊളി പടമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ജെനുവൻ ആയിട്ടുള്ള കമൻറ്റാണ്. ക്ലൈമാക്സ് ഭയങ്കര രസമാണ്. ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്വിസ്റ്റ് ടേൺസ് എല്ലാം ഉണ്ട് അതിൽ. ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ജിത്തൻ സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ മൈൻഡ് ബ്ലോയിങ്, നല്ല അഭിനയവും എല്ലാം. സ്ക്രിപ്റ്റ് ഭയങ്കര രസമാണ്. നമുക്ക് മനസ്സിലാവത്തില്ല. ക്ലൈമാക്സ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. സ്ക്രിപ്റ്റിംഗ് നല്ല രസമുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് തീർന്നല്ലോ, കണ്ടുപിടിച്ചല്ലോ. അങ്ങനെയല്ല, പിന്നെയും ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഉണ്ട് ഇതിനകത്തിൽ. ഒരു ഫാമിലി വൈസ് വരാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും നമ്മളെ ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരിക്കുന്ന കൈൻഡ് ഓഫ് മൂവി തന്നെയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. വളരെ ഇമോഷണലാക്കി കളഞ്ഞു സെക്കൻഡ് ഹാഫ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ. ഇനി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയും. എല്ലാവരും എടുത്ത് പറഞ്ഞത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിൽ ക്ലൈമാക്സ് ആണ്. ദൈവത്തിന് പോലും എന്താ പറയുക, ഒരു ക്ലൂ തന്നില്ല ഞങ്ങൾക്ക് ആർക്കും. ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഞെട്ടിച്ചോളം പറയാനില്ല. ഇന്ദ്രേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നത്? നമ്മുടെ ഒന്നും പറയാനില്ല. അതിനി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ ഫ്രെയിമും മൈൻഡ് ബ്ലോ. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാമല്ലോ. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. കുറച്ച് റോ ആൻഡ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അതെല്ലാവർക്കും അപ്രോപ്രിയേറ്റ് ആയിക്കോളുന്നില്ല. പക്ഷെ എല്ലാവരും കണ്ടിരിക്കേണ്ട, സ്പെഷ്യലി പേരൻസ് ആയിക്കോട്ടെ, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും കണ്ടിരിക്കേണ്ട. പിന്നെ എല്ലാവരും കാണാം. ഗ്യാങ്ങായിട്ടുള്ളൊരു ഇതാണ്, ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ 5 പേരാണ്. അതിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ആയിട്ട് നേടുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പുതുമുഖങ്ങൾക്ക്. അപ്പം കൂടുതലും ലേഡീസ്, വിമൻസ് ആണ് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഗ്യാങ് പരിപാടികളെല്ലാം നമ്മൾ പുതുമുഖങ്ങൾ തന്നെയാണ്. നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ആളായിരുന്നു ഇന്ദ്രേട്ടൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഡയറക്ടർ അതുപോലെ തന്നെ വളരെ വിഷണറി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജിതിൻ സുരേഷ് ടി. അപ്പോൾ ഒരുപാട് ചാൻസസ് തന്നു. എന്തായാലും ഇനി വരുന്ന പടങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പടം അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ഒരു ഇന്ദ്രജിത്തേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്. അപ്പം എല്ലാവരും പോയി കാണുക, മിസ് ചെയ്യരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. അപ്പം വേറെ വലിയ പടങ്ങളുടെ ഇടയ്ക്ക് മിസ്സാകാതെ ഇത് പോയി കാണാൻ നോക്കുക മാക്സിമം. ക്രൈം ത്രില്ലറായി കൊണ്ടുപോവുകയും പിന്നെ അവസാനം ഇത് നമുക്ക് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ ഇന്ദ്രൻ സാർ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി വാച്ച് ചെയ്യണം. സോ ധീരം ടീമിന് ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു. നല്ല പെർഫോമൻസ് ചെയ്യണ്ടല്ലോ എല്ലാവരുടെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ്, എക്സ്പെഷ്യലി ഇന്ദ്രൻ സാറും ആ കുട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ വേറൊരു പെൺകുട്ടിയും, അതിലെ 2 പേരുടെ കഥാപാത്രം നല്ല സൂപ്പർ തന്നെയായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കണക്ട് ആവാൻ എല്ലാവർക്കും പറ്റും. ഇൻട്രസ്റ്റിംഗ് ആണ്. ജസ്റ്റ് കണ്ടു നോക്കും എല്ലാവരും. താങ്ക് യു. ഇന്ദ്രേട്ടൻ എങ്ങനെയുണ്ടായി? ജിത്തിൻ്റെ അഭിനയം, സാറിൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു. സാറിനെ അധികം യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു യൂഷ്വൽ എന്താ പറയുക, പോലീസ് ഓഫീസർ ക്യാരക്ടർ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു മുഴുനീള ക്യാരക്ടറായിട്ടൊരു നായകനായിട്ട് കാണുമ്പോഴത്തേക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ എപ്പോഴും പോലീസ് വേഷത്തിൽ പുള്ളി അന്നും ഇന്നും മീശമാധവൻ തൊട്ട് ഇതുവരെ പുള്ളി ഓരോ ദിവസം കഴിയുന്നവരും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുക. അത്രത്തോളം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ പുള്ളിയെ ഒരുപാട് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് പുള്ളിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് അത് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. ഏട്ടൻ പൊളിഞ്ഞു. മൂവിയിൽ ആക്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതിനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നന്ദിയുണ്ട്. സന്തോഷം.
എല്ലാവരും പോയി കാണുക. ഇന്ദ്രജിത്ത് വീണ്ടും ഒരു പോലീസ് വേഷത്തിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ദ്രേട്ടൻ എത്ര കാലമായാലും പോലീസ് വേഷത്തിൽ വന്ന ഓഡിയൻസ് മടുക്കത്തില്ല. കാര്യം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആക്ടേഴ്സിൽ പോലീസ് ആ ഒരു ഇത് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഒരാളാണ് ഇന്ദ്രേട്ടൻ. അത് തന്നെ പിന്നെയും പ്രൂവ് ചെയ്തു ഇന്ദ്രേട്ടൻ, അത്രേ ഉള്ളൂ.